ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നമുക്ക് നേരെ തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് പറയുകയാണ് നയനയോട്, ഇനിയിപ്പോൾ നമുക്ക് പോകാലോ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു ഞാൻ മോൻ്റെ ഒപ്പം വരുന്നതിന്. അതല്ലെങ്കിൽ ഞാൻ ദൂരയാത്ര പോകുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാ, ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് നല്ല വിഷമമായിരിക്കും. അത് പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ശല്യപ്പെടുത്തലായിട്ടൊന്നും കാണരുതെന്ന് പറഞ്ഞപ്പം, അതൊന്നും പ്രശ്നമില്ല ആദർശേട്ടാ, അല്ല ഇത് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് അല്ലേ, അത് മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. നമ്മുടെ ദേവയാനി ആണെങ്കിൽ ഭയങ്കര വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. സത്യത്തിൽ അതൊരു ആനന്ദ കണ്ണുനീര് തന്നെയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ്. അനാമിക വരികയാണ്. അപ്പൊ അനാമിക വന്നതും ദേവയാനി ചോദിച്ചു, അല്ല എന്തു പറ്റി മോള്, രാവിലെ ഉണർന്നോ? അത് പിന്നെ ഇന്നലെ ഞാന് ഉറങ്ങിയില്ലായിരുന്നു, ഉറക്കം വന്നില്ലായിരുന്നു. അല്ല അനിയോ? അനി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്. മോളെ ആദർശും നയനിയും ഇപ്പൊ പോയതേ ഉള്ളൂ. ഇപ്പോഴേ പോയോ? അതെ ഇപ്പൊ പോയി. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ കുറെ ദൂരം പോകാലോ. വല്യമ്മയുടെ മരുമകള് ഭാഗ്യം ചെയ്തവളാ. ഇത്തിരി വൈകിയാണെങ്കിലും ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളെല്ലാം അവക്ക് കിട്ടുന്നുണ്ടല്ലോ. മോളെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദർശന്റെ ഒപ്പം നയനയെ വിടാന്. പിന്നെ ഞാൻ എതിർത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അവന്റെ മുത്തച്ഛന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ പോയിട്ട് വരട്ടെ എന്ന് ഞാനെങ്കിൽ കരുതി. ഇത്തരം യാത്രകളെ വല്യമ്മയ്ക്കല്ലേ ദോഷമായി വരുന്നത്. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഇപ്പം ആദർശേട്ടന് മറ്റാരെക്കാളും സ്നേഹം അവളോട് തന്നെയാ, അതറിയാലോ. അവര് രണ്ടുപേരും തനിച്ചുള്ള യാത്രകള്, അത് ആ സ്നേഹം കൂട്ടത്തല്ലേ ഉള്ളൂ, കുറയ്ക്കത്തില്ലല്ലോ. ആ സ്ഥിതിക്ക് വേണ്ടായിരുന്നു, ഇങ്ങനെ വിടണ്ടായിരുന്നു. അവളുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ആദർശേട്ടനെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ വെറുതെ അവരെ ടൂറിന് വിട്ടത്? ഇനിയിപ്പം യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പം ആദർശേട്ടന്റെ സ്വഭാവം കുറച്ചും കൂടി എങ്ങനെയാവുന്ന നമുക്കറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കാണ് കേട്ടോ, നീയല്ല ഇനിയിപ്പം ആരൊക്കെ പറഞ്ഞാലും എന്റെ മോളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാടി എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അതെ ഞാൻ മോക്കൊരു ചായ എടുക്കട്ടെ? രാവിലെ ഞാൻ ചായ ഇട്ടായിരുന്നു, എന്തായാലും ഉറക്കം പോയില്ലേ മോളുടെ, അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും അനാമിക ചായ വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മുടെ ദേവയാനി നിർബന്ധിച്ച് ചായ കുടിക്കും മോളെ എന്നും പറഞ്ഞ് കുടിപ്പിക്കാണ് കേട്ടോ. വെറും അഭിനയം മാത്രമാണ്. ഇപ്പം അനാമികയോട് വലിയ താല്പര്യമൊന്നും നമ്മുടെ ദേവയാനിക്കില്ല. ഏതായാലും ചായ എടുക്കാൻ വേണ്ടി ദേവയാനി പോയപ്പോഴത്തേക്കും ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ച് വിട്ടിപ്പം പൊട്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ അനാമിക നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയും ആദർശനെയും തന്നെയാണ്. അവര് വളരെ എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു, നീ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല ആദർശേട്ടാ. അല്ല ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നിനക്കറിയില്ലേ? ഇല്ല എനിക്കറിയില്ല. ഇന്ന് നമ്മളെ ശല്യം ചെയ്യാനേ ആരുമില്ല, അത് തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാല്. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അല്ല പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പല്ലേ, ശ്വാസം മുട്ട് വരരുതെന്ന എന്റെ പ്രാർത്ഥന. ഇന്നേ ഒരു ശ്വാസം മുട്ടലും വരില്ല, നീ നോക്കിക്കോ. ഞാൻ സന്തോഷത്തിലല്ലേ, അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പൊ അങ്ങനെയൊന്നും വരാറില്ലല്ലോ. അല്ല ആദർശേട്ടാ, അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. അമ്മ നമ്മുടെ ഈ യാത്രയെ തടഞ്ഞതേ ഇല്ലല്ലോ. അതിനെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അമ്മ ഇപ്പം എന്റെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, മുത്തശ്ശനും മുത്തശ്ശിയും ഏത് നേരവും പറയുന്നുണ്ടല്ലോ നമ്മുടെ ഒരു കുഞ്ഞിനെ അവർക്ക് ലാളിക്കണമെന്ന്. അപ്പൊ പിന്നെ അതൊക്കെ മനസ്സിലിപ്പം എന്റെ അമ്മയ്ക്കും കാണുമായിരിക്കും. ആ ഒരു ആഗ്രഹം അമ്മയുടെ മനസ്സിലും കാണും. ആദർശേട്ടന്റെ കുഞ്ഞിനെ ലാളിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹം കാണുമായിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനോട് ആ താല്പര്യം കാണുമോ? നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് എന്റെ മാത്രമല്ലല്ലോ, അത് നിന്റെ കൂടെയല്ലേ. ഏതായാലും അമ്മയുടെ സ്വഭാവമൊക്കെ മാറുന്നതിനാ. നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അതൊക്കെ പോട്ടെ. അതൊന്നും ചിന്തിച്ച് നമ്മുടെ ഈ ഒരു സമയം നമ്മൾ വേസ്റ്റ് ആക്കണോ? വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ദേവയാനി വിളിക്കുന്നത്. ദേവയാനിയുടെ ഫോൺ കണ്ടതും ആദർശ് പറഞ്ഞു, അമ്മയുടെ കാര്യം പറഞ്ഞില്ല, അപ്പോഴത്തേക്കും വിളി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് ഫോൺ എടുക്കാണ് കേട്ടോ. എന്നിട്ട് ആദർശ് ചോദിച്ചു, അമ്മേ പറയമ്മേ. സൂക്ഷിച്ചു വണ്ടി ഓടിക്കണം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല, അമ്മയുടെ മരുമോക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്കല്ല ദേവയാനിക്ക് സന്തോഷമായി. എങ്കിലും ദേവയാനി പറഞ്ഞു, അതെ ഞാൻ അവളുടെ കാര്യം ചോദിച്ചില്ലല്ലോ, നിന്റെ കാര്യമല്ലേ ചോദിച്ചത്. അല്ല എങ്കിലും ഞങ്ങൾ ഒന്നിച്ചല്ലേ അമ്മ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ടാ അമ്മ ചോദിച്ചപ്പം അങ്ങനെ പറഞ്ഞത്. നല്ല റോഡിലൂടെ മാത്രമേ സഞ്ചരിക്കാവുള്ളൂ,
കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ ഒന്നും പോകരുത്, കുറുക്കു വഴിയിൽ പോലെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലെന്നേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും ഞാൻ പോവില്ല, ഞാൻ നേർവഴി കൂടെ അല്ലേ പോകത്തുള്ളൂ. അല്ല, അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അമ്മ അമ്മ ഈ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് തോന്നൂല്ലോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവളെ കുറിച്ചൊന്നും കേൾക്കണ്ട. ആ, ഏതായാലും നിന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം ഞാൻ നടപ്പിലാക്കി തന്നു, അതേ ഉള്ളൂ. നിനക്കറിയാലോ, നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വന്നിട്ടും നിന്റെ മുത്തശ്ശന്റെ അസുഖത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പം അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാല് അവരുടെ ആഗ്രഹം ഞാനല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് സമ്മതം തന്നത്, എതിർക്കാതെ ഇരുന്നത്. അത് പിന്നെ പോകുന്ന അമ്പലത്തിലല്ല, സോറി, പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ കയറി അമ്മയുടെ അസുഖത്തിനൊക്കെ ഒരു പൂജ കഴിപ്പിക്കണമെന്ന് നയനി എന്നോട് പറഞ്ഞായിരുന്നു. എനിക്ക് വേണ്ടി ആരും പൂജ ഒന്നും നടത്തണ്ട, അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ കാര്യം എന്തിനാ നോക്കുന്നത്? അവക്കും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ പറയുന്നത്, അതിനുവേണ്ടി പൂജ നടത്താൻ പറ, അല്ലാതെ എന്റെ കാര്യം നോക്കണ്ട, അതെനിക്കറിയാം നടത്താനൊക്കെ. ആ ശരിയമ്മേ, അല്ല പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ എന്നെ വിളിക്കണം, മൊബൈലൊന്നും ഓഫാക്കി വെക്കരുത്. ഇല്ലമ്മേ, മൊബൈലൊന്നും ഓഫാക്കി വെക്കില്ല. എങ്കിൽ പിന്നെ ഇടയ്ക്ക് വിളിക്ക് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ ദേവയാനി. ഏതായാലും ദേവയാനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നയനയെ കുറിച്ച് ദേഷ്യത്തോടെ സംസാരിച്ചു എങ്കിലും മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുക, എന്റെ ദേവി അവരുടെ യാത്ര മംഗളമായിരിക്കണേ, സന്തോഷത്തോടു കൂടി രണ്ടാളും തിരിച്ച് വരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനയാണ്. അപ്പം നയന ചോദിക്കുക, അതെ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ പൂജ നടത്തുന്നു എന്ന് പറഞ്ഞപ്പം അമ്മ എന്താ പറഞ്ഞത്? നിനക്ക് വേണ്ടി പൂജ നടത്തിയാൽ മതിയെന്ന്. എന്നാലും സാരമില്ല ചേട്ടാ, പഴയതുപോലെ അമ്മ ഇപ്പം സ്ട്രിക്റ്റ് അല്ലല്ലോ, അത് തന്നെ ആശ്വാസം. അതെ, ഒരു അസുഖം വരുത്തിയ മാറ്റുക, ഒരു ദോഷത്തിന് ഒരു ചെറിയ ഗുണം, അങ്ങനെ വേണം പറയാന്. നമ്മുടെ ഈ യാത്രയ്ക്ക് ഇടയിൽ കയറാൻ പറ്റുന്ന അമ്പലങ്ങളിലെല്ലാം നമുക്ക് കയറണം. അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും നവ്യേച്ചിക്കും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവരങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന വസുന്ധരേനെയാണ്. അപ്പൊ വസുന്ധരയുടെ അടുത്തേക്ക് നമ്മുടെ ജലജയും അഭിയും കൂടെ വരുക. അങ്ങനെ നമ്മുടെ ജലജയും അഭിയും വരുന്നത് വേറെ ഒന്നിനും അല്ല കേട്ടോ, നമ്മുടെ വസുന്ധര മുത്തശ്ശി വിളിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ചോദിക്കുകയാണ്, എന്താ ഞങ്ങളെ വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് നീ ഒരു അച്ഛനാണോടാ, നീ ഒരു അച്ഛനാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഹബി ചോദിച്ചു, ഇതെന്താ പറ്റിയത്? അപ്പം ജലജൻ പറഞ്ഞു, കാര്യമായിട്ട് ആരോ ഏഷണി പറഞ്ഞെന്ന് തോന്നുന്നല്ലോ. ആരും ഒരു ഏഷണിയും പറഞ്ഞു തന്നിട്ടില്ല, ഇവന്റെ ഭാര്യ ഗർഭിണിയാ, ഇത് 5ാം മാസമാ, അറിയാലോ, അതിന് ചില ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തണ്ടേ, അതെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് പതിവുള്ളതാണെന്ന് പോലും അറിയാത്ത പോലെയാണല്ലോ നീ ഇവിടെ നിൽക്കുന്നത്. എന്ത് പറ്റി? നിന്റെ മരുമോളുടെ കാര്യത്തിൽ മാത്രം ഇത് വേണ്ടെന്ന് വെച്ചത്? അത് പിന്നെ 7ാം മാസം വരുമല്ലേ അമ്മേ, അതുകൊണ്ട് 5ാം മാസത്തിലെ ചടങ്ങുകളൊക്കെ മുടക്കണോ? അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും വരില്ലേ, ഇനിയിപ്പം പലഹാരമായിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും, അതിനുവേണ്ടിയാണോ? ദേ നോക്ക്, ഗോവിന്ദന് കനകയും ഒരു പരാതിയും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നവരാ. കലണ്ടറിൽ നോക്കിയിട്ട് ഞാനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നവ്യ മോളുടെ 5ാം മാസ ചടങ്ങ് നടത്തണമെന്ന്, അല്ലാതെ അവരാരും അല്ല ഈ തീരുമാനം എടുത്തത്. എന്റെ പൊന്ന് മുത്തശ്ശി, ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും ഓരോ പ്രശ്നങ്ങളല്ലേ, അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്നാ തീരുമാനിച്ചത്. എന്ന് വെച്ച് നീയാണോ തീരുമാനിക്കുന്നത്? എന്നു മുതലാ ഈ വീട്ടിലെ കാര്യങ്ങൾ നീ തീരുമാനിക്കാൻ തുടങ്ങിയത്? അത് പിന്നെ മുത്തശ്ശി, അതെ, ഇതുകൊണ്ട് തന്നെയാ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത് നിന്നെ ഇപ്പം വെറും തൊഴിലാളിയാക്കി മാറ്റിയത്. നിനക്ക് വളരാനായിട്ട് ഒരു താല്പര്യമില്ല, നീ നിന്റെ ലോകത്താ ജീവിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയും ഇല്ല. അതുകൊണ്ട് തന്നെയാ നീ ഇങ്ങനെയായി പോയത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി വന്നിട്ട്, എന്താ ഇവിടെ ഒരു തർക്കം? അത് പിന്നെ മോളെ, നവ്യയുടെ 5ാം മാസം ചെറിയൊരു ചടങ്ങായിട്ട് നടത്തണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു, അതൊരു നല്ല കാര്യമല്ലേ അമ്മേ എന്നിങ്ങനെ നമ്മുടെ ദേവയാനിയും പറഞ്ഞു. എന്നിട്ട് ദേവയാനി പറഞ്ഞു, അതെ, നീ നവ്യനെ കുറിച്ച് ഓർക്കണ്ട, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർക്കണ്ടേ? ആ കുഞ്ഞ് നിന്റെ അല്ലേ അഭി? അതുപോലെ ജലജ, അത് നിന്റെ പേരക്കുട്ടിയല്ലേ, അതും ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി, അതുകൊണ്ട് ഈ ചടങ്ങൊക്കെ നടത്തുന്നത് നല്ല കാര്യമാ. അപ്പൊ ജലജ പറഞ്ഞു, അത് പിന്നെ ഞാൻ അതേപ്പറ്റി ഇവനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവൻ സമ്മതിച്ചില്ല. അപ്പൊ പെട്ടെന്ന് അഭി ചോദിച്ചു, അല്ല എപ്പോഴും അമ്മ അതേപ്പറ്റി എന്നോട് പറഞ്ഞത്? അപ്പൊ ജലജ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുവാണ് കേട്ടോ. അപ്പൊ തന്നെ വസന്തര പറഞ്ഞു, അമ്മയും പറഞ്ഞിട്ടില്ല, മോനും പറഞ്ഞിട്ടില്ല, ഇവിടെ കൂടുതൽ അഭിനയിക്കുമൊന്നും വേണ്ട, ഇത് 5ാം മാസമാണെന്ന് നിനക്കൊക്കെ അറിയാലോ, എന്നിട്ട് ഇത് ഇവിടെ കിടന്ന് കൂടുതൽ നാടകം കളിക്കരുത് കേട്ടോ. ഇനിയിപ്പൊ അത് അറിയാമെങ്കിൽ തന്നെ ആരോടും പറയില്ലല്ലോ, അങ്ങനെ ഒരു ചടങ്ങ് നടത്തണമല്ലോ എന്ന് ഓർത്തിട്ട്. എന്നാ കേട്ടോ, ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാ ചടങ്ങുകളും ഓർത്ത് വെച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും മുത്തച്ഛനും ഒക്കെ, അത് മനസ്സിലാക്കിക്കോ.
മുത്തശ്ശന്റെ രോഗത്തിന് വലിയ ശമനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മനസ്സിന് ഇത്തിരി സന്തോഷം കിട്ടാന് മുത്തശ്ശൻ തന്നെയാ പറഞ്ഞത് ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തണമെന്ന്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചടങ്ങുകൾ നടത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു അത് തന്നെയാ എന്റെയും അഭിപ്രായം. അപ്പൊ പെട്ടെന്ന് ചെലി ചോദിച്ചു, ഏട്ടത്തിക്ക് എന്ന് മുതലേ ഈ മാറ്റമൊക്കെ ഉണ്ടായത്? അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വരുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇപ്പോഴും ഇഷ്ടമൊന്നുമല്ല എനിക്ക് അവളുടെ വീട്ടിൽ നിന്ന് വരുന്നത്. പിന്നെ അച്ഛന് വലിയ രോഗം വന്നതിന് ശേഷമാ അച്ഛൻ സ്വഭാവത്തിന് മാറ്റം വരുത്തിയത്, അറിയാലോ. അതുകൊണ്ട് അച്ഛൻ ഇന്ന് കൈ ചൂണ്ടിയാൽ മതിയായിരുന്നു. ഇവിടെ എല്ലാവരും മൂലയ്ക്ക് ഒതുങ്ങാനായിട്ട് ആ അച്ഛൻ ഇപ്പം ആരോടും കയർത്ത് സംസാരിക്കാറില്ല, അതറിയാലോ. അതൊക്കെ രോഗം വരുത്തിയ മാറ്റമല്ലേ. അതുപോലെ രോഗം എന്നെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചോ? രോഗം വന്നു കഴിയുമ്പം മനുഷ്യർക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇനി ഈ കുടുംബത്തുള്ളവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, അല്ലാതെ എന്റെ സന്തോഷമല്ല ഞാൻ എന്റെ സന്തോഷമായിട്ട് ഇനി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ദേവയാനിയോട് മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ തന്നെയാ മോളെ വേണ്ടത്. ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മാറേണ്ടത്. അങ്ങനെ മാറിയില്ലെങ്കിലേ ദൈവം ചിലപ്പം അത് സഹിച്ചെന്ന് വരില്ല. ചിലപ്പം നമ്മളെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്ത് ചെയ്യാനാ, ജല ചെയ്യും, അഭിക്കും, അതിനൊരു മാറ്റവും ഉണ്ടാവത്തില്ല. പിന്നെ ചേട്ടന് വിവാഹം ആലോചിച്ച പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ പ്രശ്നമൊക്കെ. അതിനിടയിൽ നീ ഒരു പുണ്യം ചെയ്തു. അങ്ങനെ നവ്യമോളെ വലയിലാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മരുമകളെ കിട്ടി. അതുമാത്രമല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല. ഈ കുടുംബം നിലനിർത്തുന്ന ഒരു മരുമകളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, അതറിയാലോ. നയനമോള് അന്ന് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ഐശ്വര്യം വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ് കനകദുർഗയും ഗോവിന്ദനും. അവര് 5-ാം മാസത്തില് ചടങ്ങിന് വരും, ഞങ്ങൾ വരുത്തും. ആ ചടങ്ങ് നമ്മൾ ഗംഭീരമായിട്ട് തന്നെ നടത്തും. അതാണ് എന്റെയും മുത്തശ്ശന്റെയും തീരുമാനം. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. ഇനി അതിന്റെ പേരിൽ ഇവിടെ ആരും തർക്കിക്കാൻ പാടില്ല, തർക്കവും വേണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, മനസ്സിലായി മുത്തശ്ശി എന്നിങ്ങനെ പറഞ്ഞു. ജലജയം പറഞ്ഞു, കുഴപ്പമില്ല, ആയിക്കോട്ടെ അമ്മേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജലജയനെയല്ല, കനകദുർഗേനെയും ഗോവിന്ദനെയാണ്. അങ്ങനെ ഗോവിന്ദൻ പറയാ, അവിടെ ഓരോരോ ഫംഗ്ഷൻ നടന്നപ്പോഴും നമ്മളെ അപമാനിക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വേണ്ടാന്ന്. പിന്നെ അവർ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതിനെ എതിർക്കുന്നത് ശരിയല്ലല്ലോ. അത് പിന്നെ ഗോവിന്ദേട്ട കാര്യമായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയേ പറ്റൂ. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ബേക്കറിന്ന പലഹാരങ്ങളൊക്കെ മേടിക്കുന്നത്. പക്ഷെ നമ്മളിത് അങ്ങനെ ചെയ്യണ്ട. നമുക്കിടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം നീ ഉണ്ടാക്കുന്ന പലഹാരമല്ലേ. അതുകൊണ്ട് അമ്മ തന്നെ മക്കൾക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാം, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അത് പിന്നെ പോകുമ്പം നവ്യമോൾക്ക് മാത്രമല്ല നയനമോൾക്കും വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. പിന്നെ ആദർശ് മോന്റെ ഇഷ്ടങ്ങളൊക്കെ മോള് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാന്. ആർക്കും ഒരു കുറവും വരുത്തില്ല. അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു, ഇത്തരം ചടങ്ങുകൾ വരുമ്പോ പയ്യന്റെ അമ്മമാരല്ലേ അതൊക്കെ വിളിച്ചു പറയേണ്ടത്. ഇതിപ്പം മുത്തശ്ശിയല്ലേ വിളിച്ചു പറഞ്ഞത്. അതൊന്നും സാരമില്ല മോളെ, അവളും അവളുടെ മോനും പറയില്ല. ഇതുപോലെ ഒരു ചടങ്ങ് ആദർശ് മോന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മുൻകൈ എടുത്ത് നടത്തുന്നതാ. അല്ലാതെ അവിടെ മറ്റുള്ളവർക്കൊന്നും ഒരു താല്പര്യം ഉണ്ടാകാൻ വഴിയില്ല. പ്രത്യേകിച്ച് ദേവയാനി ചേച്ചിക്കും എന്തെങ്കിലും ആകട്ടെ, നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കും അല്ലേ കനകെ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവര് പറയുന്നത് നമുക്ക് കേട്ടേ പറ്റൂ, അറിയാലോ. പിന്നെ 2 മാസം കൂടി കഴിഞ്ഞാല് മോളെ ഇങ്ങോട്ടേക്ക് നമുക്ക് വിളിച്ചുകൊണ്ട് വരണം. ഇവിടെ മാത്രമല്ല, അനന്തപുരിയിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞി പിറക്കാൻ പോവുക. അതിന്റെ സന്തോഷത്തിലല്ലേ എല്ലാവരും. നമുക്കും അതുപോലെ അവർക്കും ഒക്കെ സന്തോഷം തന്നെയാ. അതുകൊണ്ട് എന്താ ഗോവിന്ദേട്ട കാര്യം, എന്തെങ്കിലും കാര്യമുണ്ടോ? അവളുടെ ഭർത്താവിന് ആ കുഞ്ഞ് ജനിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലല്ലോ. അത് അവന്റെ കുഞ്ഞല്ലെന്നല്ലേ ഇപ്പോഴും പറയുന്നത്. അവന്റെ സ്വഭാവം കൂടി നന്നായിരുന്നുവെങ്കിൽ ഈ ആദ്യമൊക്കെ കുറച്ചൊന്ന് മാറിയേനെ. എന്ത് ചെയ്യാനാ. ഇടയ്ക്ക് ഞാൻ നവ്യമോളെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് നയനയാണ് ഭാഗ്യവതി എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പം അവക്ക് ഒരുപാട് സങ്കടം തോന്നും. അവളുടെ ജീവിതം കാണുമ്പം സത്യം പറഞ്ഞ അസൂയ തോന്നുന്നുണ്ടെന്ന് എന്നെ മോള് പറയുന്നത്. പാവം, നല്ല വിഷമമുണ്ട്. പക്ഷെ എന്റെ മോള് ഒരുപാട് മാറിപ്പോയത് കൊണ്ട് പുറത്തൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവളുടെ ജീവിതവും കൂടെ ഒരു കരയ്ക്ക് എത്തുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമി എല്ലാം ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ ആദർശനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആദർശാണെങ്കിൽ മണിയറയൊക്കെ ഇങ്ങനെ ഒരുക്കാണ്, കാരണം അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ നയന് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇത്? അത് പിന്നെ മുറിക്കകത്ത് കുറച്ച് സുഗന്ധം പരന്നോട്ടെ എന്ന് കരുതി. അതെ, മുല്ലപ്പൂവിനേക്കാളും സുഗന്ധമുള്ള ഭാര്യയാണല്ലോ എന്റെ കൂടെ ഉള്ളത്. ഞാൻ അരികിലേക്ക് വരുമ്പം സഹിക്കാൻ കഴിയാത്തൊരു ഗന്ധമാണെന്ന് നേരത്തെ
നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ സ്നേഹമല്ലേ നയന എല്ലാത്തിന്റെയും അടിസ്ഥാനം. നമ്മൾ വെറുക്കുന്നവർ നമ്മളുടെ അരിയിലേക്ക് വരുമ്പോ അവരെത്ര നല്ല സ്പ്രേ പൂശിക്കൊണ്ട് വന്നാലും അത് നമുക്ക് ദുർഗന്ധമായിട്ടല്ലേ തോന്നത്തുള്ളൂ. അത് ശരി. ഹാ. അപ്പൊ അന്നൊക്കെ എന്നോട് നല്ല വെറുപ്പായിരുന്നല്ലേ? തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എന്റെ ആദർശേട്ടനെ എനിക്ക് മനസ്സിലായി. ഇയാൾ ആരാണെന്നും ഇയാൾ എന്താണെന്നൊക്കെ എനിക്ക് പിടികിട്ടി. പുറകെ പരുക്കനാണെന്ന് തോന്നുന്നു എങ്കിലും ഈ ഹൃദയത്തിൽ നിറയെ സ്നേഹമുണ്ടെന്നും ആത്മാർത്ഥതയുള്ള ആളാണെന്നും സത്യസന്ധമുള്ള ആളാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടില് മൂർത്തി സാറിനെ പറ്റി പൊതുവെ പറയുന്നത് സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരനാണെന്നാ. അദ്ദേഹം കമ്പനിയുടെ താക്കോൽ ആദർശേട്ടനെ ഏൽപ്പിച്ചെങ്കിൽ ആദർശേട്ടനിൽ ഒരുപാട് നന്മകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് പെട്ടെന്ന് അന്ന് തന്നെ മനസ്സിലായായിരുന്നു. എന്റെ ആ ചിന്ത ശരിയാണെന്ന് വളരെ കുറച്ചു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. എന്നാൽ ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. അതല്ലേ ശരി. അത് പിന്നെ അമ്മയുടെ വശത്ത് നിന്ന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായപ്പം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നീ വലിയ ഡിസൈനൊക്കെ വരച്ച് എന്നെ രക്ഷിച്ച സമയത്തൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രകടിപ്പിക്കാന് എനിക്ക് പറ്റില്ലായിരുന്നു. സത്യത്തില് അമ്മേനെ പേടിയായിരുന്നു. അമ്മേനെ ഒരു ചെറിയ ഭയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നീ മിടിക്കുക. എനിക്കിപ്പം മനസ്സിലായി. വന്നപ്പോ തന്നെ കയ്യിലെടുക്കേണ്ടവരൊക്കെ കയ്യിലെടുത്തു. എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ നീ കയ്യിലെടുത്തു. പതിയെ എന്റെ അച്ഛനെയും ഇളയച്ഛനെയും അനിയും ഒക്കെ. പിന്നെ അവര് കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ തറവാട്ടിൽ നിന്ന് ആർക്കും പുറത്തേക്ക് പോണ്ടി വരില്ലല്ലോ. ഒരിക്കലും വരില്ല. അപ്പോഴേ ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ കട്ടിലെ പിടിച്ചിരുത്താണ് കേട്ടോ. എന്നിട്ട് ആദർശ് പറഞ്ഞു, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു അവസരം കൈവന്നത്. പിന്നെ മലയ്ക്ക് പോയില്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വ്രതവുമായിട്ട് അമ്മ മുന്നിലെത്തുന്ന ഞാൻ കരുതിയത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമ്മ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനുശേഷം നമുക്ക് യാത്ര പോകാനുള്ള അനുമതിയും തന്നു. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് നയന വേണ്ടത്? അതത്രയ്ക്ക് ചെറിയ കാര്യമൊന്നും അല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ കുറച്ച് ദിവസം ഫ്രീ ആകുന്നത്. ഇതുവരെ അങ്ങനെ ഫ്രീ ഒന്നും ആയിട്ടില്ല. ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ രണ്ടാളും മാത്രമായ ദിവസങ്ങളല്ലേ ഇനി കടന്നു പോകുന്നത്. ഇനി ആ ദിവസങ്ങളല്ലേ വരുന്നത്. ഈ ഒരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ ആദർശ് നയനയോട്. എന്നിട്ട് അവർ തമ്മിലുള്ള കുറച്ച് റൊമാൻസ് സീനൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് എന്താ പറയുക, സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുവാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നയനയും ആദർശവും ഒരുമിച്ച് പോയതിന്റെ സന്തോഷവും തന്റെ മരുമകൾ തനിക്ക് കരള് തന്നതിന്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മുടെ ദേവയാനിക്ക്. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ നയന് ഓടി വന്ന് ഒമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി എനിക്ക് എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ കുറെ ഒമിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ദേവയാനി പറയാ, ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഞാൻ കുറച്ചു നാളായിട്ട് ചിന്തിച്ചതേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ വിഷമിക്കുവല്ല കേട്ടോ മോളെ, സന്തോഷിക്കുകയോ ചെയ്യേണ്ടത്. അത് പിന്നെ അമ്മേ, എത്രയും പെട്ടെന്ന് ആദർശിനെയും കൂട്ടി നമുക്കൊരു ഡോക്ടറിനെ കാണാൻ പോകണമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി പറഞ്ഞു, പിന്നെ ഡോക്ടറിനെ കണ്ടെന്ന് പറഞ്ഞ റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല. അത് തന്നെയാ, മോളൊരു അമ്മയാകാൻ പോവാ. അത് ഈ അമ്മയ്ക്ക് മനസ്സിലായി എന്ന് ഇങ്ങനെ പറയുന്നു. നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തോട് കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി നേരെ ആദർശിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ആദർശിന്റെ അടുത്തേക്ക് ദേവയാനി പോയി കഴിയുമ്പോൾ നയനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതൊരു പകൽ സ്വപ്നം മാത്രമാണ് നമ്മുടെ ദേവയാനി കാണുന്നത്. അതേതായാലും നമുക്ക് നാളെ കാണാം ബാക്കി കഥ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.